ചൈനയുടെ പുതിയ വംശീയ ഐക്യ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതായത് ഇനി മുതൽ AI അധിഷ്ഠിതമായിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള നിയമമാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ചൈനയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംസ്കാരത്തെയും അവകാശങ്ങളെയും അപ്പാടെ തന്നെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ വംശീയ ഐക്യ നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിലായിരിക്കുന്നത്. അതായത് വംശീയ ഐക്യവും പുരോഗതിയും എന്ന പേരിലാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യത്തെ വിവിധ വംശീയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളെയും സാംസ്കാരിക സ്വത്വത്തെയും എല്ലാം തന്നെ ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ ഒരു പുതിയ നിയമം നടപ്പാക്കുന്നത്. 56 വംശീയ വിഭാഗങ്ങളുള്ള ചൈനയിൽ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുകയാണ് എന്ന ലക്ഷ്യത്തോടെയാണ് നിയമം കൊണ്ടുവന്നത് എന്നതാണ് ഇതിനോടായി തന്നെ പ്രതികരിക്കുന്ന ചൈനീസ് സർക്കാർ നൽകുന്ന വിശദീകരണം. എന്നാൽ മനുഷ്യാവകാശ സംഘടനകളും നിരവധി അന്താരാഷ്ട്ര നിരീക്ഷകരും ഈ നിയമമാകട്ടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവിടെ ഭൂരിപക്ഷമായ ഹാൻ ചൈനീസ് സംസ്കാരത്തിലേക്ക് നിർബന്ധിതമായി തന്നെ ലയിപ്പിക്കാനുള്ള നീക്കമാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. പുതിയ നിയമപ്രകാരം സ്കൂളുകളിലും ഔദ്യോഗിക ആശയവിനിമയങ്ങളിലും ആ ഒരു മന്ത്രിൽ, അതായത് അവിടുത്തെ ഭാഷയുടെ ഉപയോഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നതാണ്. കുട്ടികളിൽ ദേശീയ ഐക്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിശ്വാസതയും വളർത്തുന്ന വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പിലാക്കുവാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കുട്ടികളിൽ സർക്കാർ രാഷ്ട്രീയ വിരുദ്ധം അല്ലെങ്കിൽ വിദ്വേഷപരമായത് എന്ന് വിലയിരുത്തുന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ മാതാപിതാക്കൾക്കും നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന വ്യവസ്ഥയാണ് ഏറ്റവും കൂടുതലായി തന്നെ ഇവിടെ വിവാദമായിരിക്കുന്നത്. ഇത്തരം വ്യവസ്ഥകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അവിടെ കുടുംബ അവകാശങ്ങൾക്കും തിരിച്ചടിയാകുമെന്നതാണ് വിമർശകർ പറയുന്നത്.